തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി തൊഴിലാളികൾ അണിനിരക്കുകയാണ്. ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി പണിമുടക്കിലേക്കായിരിക്കും 12-ാം തീയതി, അതായത് വ്യാഴാഴ്ച രാജ്യം കാണാൻ പോവുക. അങ്ങനെയുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. കരിദിനാചരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും. തൊഴിലാളി സംഘടനകൾ, കർഷക സംഘടനകൾ എല്ലാവരും ഒരുമിച്ചാണ് ഈ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. കമലേഷ് കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം ഈ പ്രതിഷേധ പരിപാടികളുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. കമലേഷ്, 12-ാം തീയതി നടക്കുന്ന മഹാപണിമുടക്കിന്റെ ഭാഗമായി ഇന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും, പ്രതിഷേധ പരിപാടികൾ നടക്കും. കരിദിനാചരണം അടക്കമൊക്കെ ഇന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനു, തീർച്ചയായും രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭം, നേരത്തെ വലിയൊരു ട്രാക്ടർ റാലി ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം രാജ്യം കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ ഒത്തുചേർന്ന് വലിയ നിലയിലുള്ളൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി, ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി CITU, അതുപോലെ തന്നെ അഖിലേന്ത്യാ കിസാൻ സഭ, അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ തുടങ്ങിയ വിവിധ കർഷക സംഘടനകളാണ് ഇതിൻ്റെ, അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളാണ് ഇതിൻ്റെ ഭാഗമായി അണിനിരക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ 100ഓളം കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ പ്രതിഷേധ റാലികൾ, ട്രാക്ടർ റാലികളൊക്കെ തന്നെ സംഘടിപ്പിക്കാൻ പോകുന്നത്. വലിയ നിരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കരിദിനമായി കൂടി ഇന്നത്തെ ദിവസം ആചരിക്കുകയാണ് ഈ 12-ാം തീയതിയുടെ വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തന്നെ. ഏതായാലും വളരെ വലിയ നിലയിലുള്ള, അല്ലെങ്കിൽ ഏകപക്ഷീയമായ നിലയിലാണ് പലതരത്തിലുള്ള നിയമങ്ങൾ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നത് മോദി സർക്കാർ. ഏകപക്ഷീയമായ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പലതരത്തിലുള്ള, അതായത് ഈ VBG റാംജി പോലുള്ള പദ്ധതികൾ, അതായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലും ഒരു തരത്തിലുമുള്ള കൂടിയാലോചനകളില്ലാതെ അതിൽ ഭേദഗതി വരുത്തുന്നു. അതിൻ്റെ ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. മറ്റൊന്ന് ലേബർ കോഡാണ്. ഈ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ലേബർ കോഡുകൾ രാജ്യത്ത് നടപ്പാക്കുന്ന സാഹചര്യം, തൊഴിലാളി വിരുദ്ധമായ സമീപനങ്ങൾ ഈ ലേബർ കോഡിൻ്റെ ഭാഗമായി അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊന്ന്, ഈ പ്രധാനമായും India-US കരാറുമായി ബന്ധപ്പെട്ട് അത് കേരളത്തിൻ്റെ ഉൾപ്പെടെ വലിയ കാർഷിക മേഖലയിൽ വലിയ തകർച്ചയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് സമാനമായ നിലയിലേക്കുള്ള ഇടപെടലാണ് ഈ India-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഏകപക്ഷീയമായ, രാജ്യത്തെ തകർക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലുകളാണ് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ്, അതായത് ഈ Indo-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രി ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പലതരത്തിൽ റബ്ബറിനുൾപ്പെടെ വലിയ താങ്ങുവില ഉൾപ്പെടെ നൽകിക്കൊണ്ട് വലിയ പിന്തുണ കേരള സർക്കാർ നൽകുന്ന ഘട്ടത്തിലാണ് ഈ സിന്തറ്റിക് റബ്ബറുകൾ ഈ അമേരിക്കയിൽ നിന്ന് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള വലിയൊരു നീക്കം നടക്കുന്നത്. അത് റബ്ബർ കർഷകരെ വലിയ തരത്തിൽ ദോഷകരമായി ബാധിക്കും. മറ്റെല്ലാ തരത്തിലും കാർഷിക മേഖലയെ അത് പിന്നോട്ടടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ കർഷക തൊഴിലാളികളെ, അല്ലാത്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ എല്ലാം തന്നെ ദോഷകരമായി ബാധിക്കുന്ന നിലയിലേക്കുള്ള വലിയ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനെതിരെയാണ് 12-ാം തീയതി രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് തൊഴിലാളി സംഘടനകളെല്ലാം പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ്, അതിന് മുന്നോടിയായി തന്നെയാണ് ഇന്ന് കരിദിനം ഉൾപ്പെടെ നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ, റാലികൾ, ട്രാക്ടർ റാലികൾ, പ്രതിഷേധ മാർച്ചുകൾ ഉൾപ്പെടെ ഇന്ന് വിവിധ ഇടങ്ങളിലായി, വിവിധ കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഏതായാലും വലിയ പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് പോകുന്നത്.